മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളിയിൽ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ എക്സൈസ് സംഘം പിടികൂടി. ഇവരുടെ താമസസ്ഥലത്തു നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പ്രതികളിൽ ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ച് കിണറ്റിൽ വീഴുകയും ചെയ്തു. മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി ജംഗ്ഷന് സമീപം ടാങ്ക് റോഡ് ഭാഗത്തു നിന്നുമാണ് കഞ്ചാവും ഹെറോയിനുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 1.25 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി ബിധാൻ ദാസ് എന്നയാളെയും 1.3 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശികളായ ഖജലുദ്ദീൻ, ഇജാജുൽ ഹക്ക് എന്നിവരെയുമാണ് പിടികൂടിയത്. കഞ്ചാവുമായി പിടികൂടിയ ബിധാൻ ദാസ് ബോംബെയിൽ 2 കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് കേരളത്തിൽ വീണ്ടും കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിയത്. പായ്പ്ര ജംഗ്ഷനിൽ ഇയാളുടെ സഹോദരനൊപ്പം താമസിച്ചാണ് കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത്. ബിധാൻ ദാസ് എക്സൈസ് സംഘത്തെ കണ്ടയുടനെ രക്ഷപ്പെടുന്നതിനായി ഓടുകയും ഇയാളെ പിടികൂടിയ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിൽ വീഴുകയും ചെയ്തു. കാലിന് നിസ്സാരമായി പരിക്കേറ്റ ഇയാളെ മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് കരയ്ക്കെത്തിച്ചത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എക്സൈസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഹെറോയിൻ കേസിൽ അറസ്റ്റിലായ ഇജാജുൽ ഹക്ക് മുൻപ് വലിയ അളവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് മൂവാറ്റുപുഴ എക്സൈസ് സംഘം തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ ആളാണ്. പ്രദേശവാസികൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് നിരന്തരമായ പരാതി ഈ പ്രദേശത്തു നിന്നും എക്സൈസിനും പോലീസിനും ലഭിച്ചിരുന്നു. എക്സൈസ് നടത്തിയ നിരന്തര നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായതെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ന് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടി പായ്പ്ര കവലഭാഗത്ത് നടത്തിയിട്ടുള്ള പെട്രോളിങ്ങിനിടയിൽ ബീഹാർ സ്വദേശിയായിട്ടുള്ള ബിധാൻ ദാസ് എന്ന ആളെ 1.25 കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ പായ്പ്ര കവലഭാഗത്ത് പുതുതായിട്ട് കഞ്ചാവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇയാളെ അടുത്ത സമയത്ത് ബോംബെയിലെ ഇസാൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മേജർ കഞ്ചാവ് കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇയാളുടെ സഹോദരനായിട്ടുള്ള ആളിൻ്റെ കൂടെ താമസിക്കാൻ പായ്പ്ര കവലഭാഗത്തേക്ക് വരികയും അവിടെ കച്ചവടത്തിൽ നിന്നുള്ള രീതിയിൽ വന്ന് താമസിച്ചിട്ട് ആ ഭാഗത്ത് കഞ്ചാവ് കച്ചവടം ചെയ്ത് വരികയായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളെ കേസ് കണ്ടെടുക്കുന്ന സമയത്ത് ഇയാൾ ഓടുകയും അവിടെ പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൻ്റെ ഒരു സഹായത്തോടുകൂടി പ്രതിയെ അവിടെ നിന്ന് രക്ഷിച്ചു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കാൻ തുടങ്ങുകയാണ്. മറ്റൊരു കേസിൽ പായ്പ്ര കവല ഭാഗത്തു നിന്ന് തന്നെ 1.3 ഗ്രാംസ് ഹെറോയിനുമായിട്ട് ഖജലുദ്ദീൻ കൂടാതെ ഇജാജുൽ ഹക്ക് എന്നീ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമം നടന്നു വരികയാണ്. പ്രിവന്റീവ് ഓഫീസർ മനോജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ മാഹിൻ, ഷബീർ, ഉമ്മർ, വികാന്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.